ഹലോ, നമുക്ക് ഇന്നൊരു തലക്കറി കണ്ടിട്ട് വരാം. നമുക്കൊരു കേരയുടെ തല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അത് നമ്മൾ സാധാ പോലെ തന്നെയാണ്, ഞാൻ എളുപ്പത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കൊള്ളി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളി നമ്മൾ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലക്കറിയും കൊള്ളി, ഇന്നത്തെ സ്പെഷ്യൽ തലക്കറി ആൻഡ് കൊള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ നമ്മൾ ചതച്ചെടുത്തു. പച്ചമുളക് അരിഞ്ഞെടുത്തു. പിന്നെ നമ്മൾ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് അതൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി. ഇതിപ്പോൾ ഞാൻ ചീൻചട്ടിയിലാണ് കേട്ടോ ചെയ്യണത്. അതിന് ശേഷം ഞാനത് സ്റ്റീലിൻ്റെ മെയിൻ ചട്ടിയിലേക്ക് ആക്കും. ജസ്റ്റ് ഇളക്കി എല്ലാം ഇട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. അതിന് ശേഷമാണ് നമ്മൾ കുടപ്പുളി അതിൽ ഇടും കേട്ടോ. അപ്പോൾ ആ പുളി നോക്കിയിട്ടാണ് നമ്മൾ ഇടേണ്ടത്. ഞാൻ കുറച്ച് പുളി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ പുളി ഇട്ടു. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു നന്നായി അങ്ങോട്ട് തിളപ്പിച്ചത്. എല്ലാവർക്കും അറിയണത് തന്നെയാണ്. ഞാൻ തലക്കറി അങ്ങനെ വെക്കാറൊന്നുമില്ല. ഇപ്പോൾ കുറേ കാലമായി ഞാൻ ഏതോ ഒരു പ്രാവശ്യം അങ്ങനെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങളങ്ങനെ മേടിക്കാറൊന്നുമില്ല പൊതുവേ. അപ്പോൾ ഇപ്പോൾ കിട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ. കൊള്ളിയും തലക്കറിയുടെ ചാറും കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൽ പുളി മേരിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ മുളക് ചാറ് ഉണ്ടാക്കണേൽ. അപ്പം ഞാൻ അതിൽ ഉലുവ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ അത് ഉലുവ ഇട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടിച്ചിട്ടില്ല അതിൽ. പിന്നെ നമ്മൾ ഇത് മീനൊക്കെ ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം നല്ല വറ്റിച്ച് ഒന്ന് കുറുകുറു പോലെ ആക്കിയതിന് ശേഷം പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ച പുളി ഞാൻ 2 ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 2 ഇടും ചെയ്തിട്ടുണ്ട്. കാരണം പുളി കുറച്ച് കുറവ്, എനിക്ക് പുളി കുറച്ച് വേണം. അപ്പോൾ ഞാൻ പുളി വീണ്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊള്ളി വേവിക്കണതാണ് കേട്ടോ. കൊള്ളി വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ശേഷം വിസിൽ വരുത്തും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിളച്ച് അതിന് ശേഷം നമ്മൾ വേപ്പിൻ്റെ ഇല ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കണത്. നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. തലക്കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. പലതരത്തിലും വെക്കാൻ പറ്റും. ഞാനിതിപ്പോൾ സിമ്പിളായിട്ട് നോക്കിയിട്ട് ഒരുപാട് പേര് ഇത് വെക്കണം ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പം ഞാൻ നോക്കി വെച്ചതാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.